India's #1 language academy, Needus Academy. Join IELTS online. അഗ്മാർക്ക് അംഗീകാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത് പവൻ നെല്ലെണ്ണ, പ്രകൃതി നൽകും നന്മ. ഗർഭിണിയാണ്. അയ്യോ 5 കുഞ്ഞാവ. ഗ്യാസ് വന്നതാണ്. കൊച്ചിനെ ചുമ്മാ തെറ്റിദ്ധരിച്ച് ഗർഭിണിയാതൊക്കെ. എനിക്ക് സമാധാനം താടി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ, എനിക്ക് വയ്യ. നീ സമാധാനം താന്നൊരു ദിവസം പറയുമോ എന്റെ വെള്ളം ഒഴിക്കില്ല. നന്ദൂട്ട മലരെ മൗനമാ ചെയ്തല്ലോ. നന്ദൂട്ടന്റെ മലരെ മൗനമാ. ഇയാൾ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എല്ലാരും ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, കുഞ്ഞിനെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. എന്തെങ്കിലും നെഗറ്റീവ്സ് ഫേസ് ഒരുപാടുണ്ട്. നിങ്ങൾ എന്തൊരു അമ്മയാ, അല്ലെ കുഞ്ഞിനെ വിട്ട് കഷ്ടപ്പെടുന്ന, അല്ലെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇവള് കരയുന്ന വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ പറയും. ഒരാൾ അർച്ചന ചെയ്തിട്ട് അതിന്റെ ഒരു കാർഡ് വരെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവള് മറ്റേ ഡോറെ പോലെ കാണാനുണ്ടെന്നാലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഡോറെ പോലെ കാണാനുണ്ടോ? ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ അന്നാണ് ഞങ്ങൾ കാണുന്നത്. കാണാതൊക്കെ പ്രേമിക്കാന്ന് പറഞ്ഞ് മത്സരിച്ചിപ്പോ ഒരാൾ വീഡിയോ ഇട്ടാ അതിൽ കറക്റ്റ് ചേട്ടനൊരു വീഡിയോ ഇട്ടാ എന്റെ ഡ്യൂറ്റ് കാണും, ഞാനൊരു വീഡിയോ ഇട്ടാ അതിൽ ചേട്ടന്റെ ഡ്യൂറ്റ് കാണും. വിജയണ്ണന്റെ ഒരു വീഡിയോ ചെയ്തു, അത് കയറി അങ്ങ് വൈറലായി. പിന്നെ ഞാനായിരുന്നു പ്രമുഖയായത് ആ സമയത്ത്. അന്നേരം ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. നമുക്കിപ്പോ ഇൻസ്റ്റയിൽ ഇങ്ങനെ വരുന്നതാ, ആളിങ്ങനെ ഇതല്ലേ ഒരു സീരിയലിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി അവരുമായിട്ട് മിങ്കിളാക്കാൻ 2 ദിവസം പോയി. പിന്നെ ആളങ്ങ് കരച്ചിലും വിളിയും ബഹളവും വയ്യാണ്ടൊക്കെ ആയി. പിന്നെ തിരിച്ചു വന്നു. ഞാൻ ഈ വഴി പോയപ്പം ഡോറാബുജി സാമ്യമുള്ള ഒരാളെ കണ്ടു റിയാലിറ്റിയിൽ. അവൻ പിന്നെ ആളുടെ വിശേഷങ്ങളൊക്കെ അറിയാതെ വിചാരിച്ചു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നന്ദക്കുട്ടിയും അമ്മയാണ്. ചേച്ചി, എപ്പോഴാണ് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നിയത്? ഞങ്ങളിപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 വർഷമായി. വെറുതെ കുഞ്ഞിന്റെ വീഡിയോസ് ചുമ്മാ ഷോർട്സിൽ എടുത്തിട്ടു. പിന്നെ വലിയ മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഐബ്രോ വരച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഞാൻ എന്റെ ഐലൈനർ വരയ്ക്കുന്ന ബ്രഷ് കഴുകിയിട്ട് നന്ദൂട്ടൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ വീഡിയോ കയറി വൈറലായി. പെട്ടെന്ന് ഒരു 30K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. അപ്പൊ അങ്ങനെ ഇട്ടിരുന്ന വലിയ ഇത് ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റയില് ഒരു 200K ആയപ്പോഴത്തേക്കും എല്ലാരും പറയുന്നു ഇപ്പൊ എന്തായാലും ഇതിങ്ങനെ ആയി, യൂട്യൂബ് കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അതാ വ്ളോഗ് എടുത്തിട്ട് അങ്ങനെ ഒന്ന് കയറി വരിക. ഇപ്പം ഈ ഇടയ്ക്കാണ് നന്ദൂട്ടന്റെ 3rd ബർത്ത്ഡേ ആഘോഷിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? അടിപൊളിയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നന്ദൂട്ടനൊന്ന് ഫെയിം ആയി കഴിഞ്ഞ പിന്നെയുള്ള ബർത്ത്ഡേ ആയിരുന്നു. ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും എന്താ പറയുക, ഒരുപാട് പേര് വിഷ് ചെയ്തു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ആ സമയത്ത് മുതൽ ഇപ്പോഴും ഒരാൾക്ക് പനിയാണ്. ആണോ? അപ്പം ഒരുപാട് പേര് അതിനകത്ത് കുഞ്ഞിന് വേണ്ടി ഒരാൾ അർച്ചന ചെയ്തിട്ട് അതിന്റെ ഒരു കാർഡ് വരെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുഞ്ഞിന് ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ചേച്ചി, ഇവളെ കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കാൻ പാടാണോ? ഭയങ്കര പാടാണ്, ഒരു രക്ഷയില്ല. ഏകദേശം എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് അതവസ്ഥ. ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? അതൊക്കെ ഒരു സിമ്പിൾ മതി. ഇതുപോലെ പോലീസ് വരുന്നു, പട്ടാളം വരുന്നത് പറയുമ്പോഴത്തേക്കും ചിലപ്പോ ഇങ്ങോട്ട് പറയും അമ്മ ഇത് ചെയ്യാം, ഈ ചേച്ചി ചെയ്യാം, ഈ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല, മറ്റേ ചേച്ചി ചെയ്ത പാട്ട് വേണം, അങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ മൂഡ് അനുസരിച്ചിരിക്കും. നന്ദുകുട്ടൻ അംഗനവാടി പോകാൻ തുടങ്ങിയോ? 3 ദിവസം പോയി. അവിടെ പോയി ഒരു കൊച്ചുമായിട്ട് വഴക്കായി തിരിച്ചിങ്ങ് വന്നു. പിന്നെ ഛർദിച്ചു, അങ്ങനെയൊക്കെ വിഷയമായിട്ടൊക്കെ വന്നു. പിന്നെ ആ ഭാഗത്തോട്ടേ പോകത്തില്ല. ഞങ്ങൾ അംഗനവാടി വിട്ടു, ഉപേക്ഷിച്ചു. ഞാൻ വലിയ സ്കൂളിൽ പോകുന്നെന്നാ പറയുന്നത്. എനിക്ക് വലിയ സ്കൂളിൽ പോകണം, എനിക്ക് അംഗൻവാടി ഇഷ്ടമല്ല അമ്മ, എനിക്ക് വലിയ സ്കൂളിൽ പോകണം. നമ്മള് കുറച്ച് വലിയ ആൾക്കാർ അങ്ങനെ പറയുന്നത്. നന്ദുകുട്ടന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അംഗനവാടി പോവാൻ മടി എന്ന് പറഞ്ഞ് വയറുവേനയൊക്കെ വന്ന് കിടക്കുന്നത്. അതൊക്കെ മൊത്തം അഭിനയമാണോടാ? എന്തൊക്കെ കുറുമ്പ നന്ദുകുട്ടൻ ചെയ്യുന്നത്? കുറുമ്പത്തിയല്ലേ? മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ നന്ദുട്ടന്റെ മെയിൻ വിഷയം ലിപ്സ്റ്റിക്കാ. ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ മൊത്തം വെച്ച് തേക്കണം, പിന്നെ ഭിത്തിയിലൊക്കെ വെച്ച് തേക്കണം. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു പരിപാടി. ആണോ? കരി നന്ദുകുട്ടൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ഒരു ലിപ്സ്റ്റിക് കൊടുത്ത ആളെ സംസാരിച്ച്. പിന്നെ നന്ദുകുട്ടന്റെ ഹോബീസ്, അവള് എന്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്. നന്ദുകുട്ടന്റെ ഫ്രണ്ട് ആയിരിക്കും. ചേച്ചി അവളുടെ ചേച്ചിയാ. നന്ദുകുട്ട ഇതാരാ? ഇതാരാക്കളെ? കൊള്ളാലോ, സൂപ്പർ, നല്ല പടം. നന്ദുകുട്ട വരച്ചതാ. നന്ദുകുട്ട ഇതാരാ? നന്ദുമോനെ 1 വരച്ച് കാണിച്ചു കൊടുത്തേ. 1 വരച്ച് കാണിച്ചു കൊടുത്തേ. 1 വരച്ചേ. നന്ദുകുട്ടന് അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം? ആരാണ് നന്ദുകുട്ടന്റെ വരപ്പ് പറയുന്നേ? നന്ദുകുട്ട അച്ചയാണോ അമ്മയാണോ ഇഷ്ടം? ആരെയാ?
അമ്മേനെയാണ് ഇഷ്ടം. ഇതൊക്കെ നന്ദുക്കുട്ടിന്റെ ഫ്രണ്ട്സ് ആണോ? ഇതാരാ? ആണോ? ആരാ? വേദ. ചേച്ചിയുടെ പേരെന്തോ മോനെ? മോളുടെ പേരെന്തുവാ? നന്ദുട്ടിയുടെ വേറെ പേരെന്തോ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തേ? അളകുനന്ദ. ഇങ്ങനെ ഫോളോവേഴ്സ് ഇപ്പം 1 lakh ആയി, 2 lakh ആയി, ഇനിയും ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പൊ? ഭയങ്കര സന്തോഷം. മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം എല്ലാരും ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, കുഞ്ഞിനെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഓക്കെ, സോഷ്യൽ മീഡിയ ആവുമ്പോൾ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. എന്തെങ്കിലും നെഗറ്റീവ്സ് ഫേസ് ഒരുപാടുണ്ട്. നിങ്ങൾ എന്തൊരു അമ്മയാ, അല്ലെ കുഞ്ഞിനെ വിട്ട് കഷ്ടപ്പെടുന്ന, അല്ലെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇവള് കരയുന്ന വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ പറയും. ഇവള് മറ്റേ ഡോറെ പോലെ കാണാനുണ്ടെന്നാലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഡോറെ പോലെ കാണാനുണ്ടോ? ചേച്ചിക്ക് വലുതാവുമ്പം ഇവളെ ആരാക്കണമെന്ന് ആഗ്രഹം. ഇവള് ചിത്രകാരിയാവും. അങ്ങനെ ആഗ്രഹമില്ല. വലുതാവുമ്പോ അവക്ക് ആരാവണം അവളാവട്ടെ, അവളെ ഇഷ്ടത്തിന് അങ്ങ് വിടുക. ഓക്കെ ചേച്ചി, നന്ദൂട്ടന്റെ ഫുഡ് ഒക്കെ എങ്ങനെ? അവൾക്ക് എന്താ കഴിക്കാൻ കൊടുക്കുന്നത്? അവളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഇങ്ങനെ കാണാൻ ഞങ്ങൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ എപ്പോഴും കാണും ഇങ്ങനെ മറ്റേ മാങ്ങ, പുളി, പേരക്ക ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം. ഈ എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടിയുള്ള സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടം. അല്ലാതെ ആര് സാധനങ്ങൾ കുറുക്കൊന്നും കൊടുത്താൽ വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മള് ഓരോന്നൊക്കെ പേടിപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും. ഭയങ്കര ഇഷ്ടം മുട്ടയാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ടുള്ള റീൽസ് ഏതാ? റീച്ച് കിട്ടിയത് ഈ മീശ മാധവന്റെ ആ ഒരു സംഭവം ഭയങ്കര ഇതായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ചെയ്ത പെങ്ങന്മാരാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. എങ്ങനെ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ഞങ്ങൾ ടിക്ടോക്ക് ലവേഴ്സ് ആയിരുന്നു. ആഹാ, അപ്പൊ ഒരു ടിക്ടോക്ക് താരമാണ് ഇരിക്കുന്നേ. അപ്പൊ പിന്നെ നന്ദുക്കുട്ടി ഇങ്ങനെ ആയത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേടാ? ചേച്ചി, നന്ദൂട്ടൻ ആരുമായിട്ട് വീട്ടിൽ ഏറ്റവും അറ്റാച്ച്? ചേച്ചി അല്ലാതെ നെക്സ്റ്റ് ആരാണ്? അമ്മൂമ്മയാണോ, അച്ഛനാണോ, അതോ തമ്പുരു ഒക്കെ ആണോ? അവളുടെ അച്ഛനാ. നിങ്ങൾ ടിക്ടോക്ക് താരങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? അത് ചേട്ടനാണെങ്കിൽ അന്നത്തെ ചെറിയൊരു പ്രമുഖനൊക്കെ ആയിരുന്നു. ഒരു 30K ഒക്കെ ഉള്ള ഒരാളായിരുന്നു. 30K അന്നത്തെ സമയത്ത് ഒരു ഭയങ്കര സംഭവമാണ്. അപ്പത്തേനും ഞാൻ അങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പത്തേനും ഒരു 1000-1500 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കിയപ്പോ പുള്ളിയുടെ ഡുവറ്റ് ഒരു വീഡിയോ കണ്ടു. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങ് ഡുവറ്റ് ചെയ്യുക. അപ്പൊ അന്നേരം വെച്ച് നമ്മളൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അന്നേരം ഞാനൊന്ന് ഡുവറ്റ് ചെയ്തതാ. പിന്നെ എന്നെ തിരിച്ച് ഫോളോ ചെയ്തു. എനിക്കങ്ങ് ഇൻബോക്സിൽ ഒരു ഹായും വന്നു. ഈ ഒരു പ്രമുഖനായ ഒരു ചേട്ടൻ എന്നെ ഹായ് അടിച്ചെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു. പിന്നെ ചോദിച്ചെന്ന് വെച്ചാൽ എടീ ഇൻസ്റ്റ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം പറഞ്ഞ ഞാൻ ഇൻസ്റ്റ അന്ന് തന്നെ ചോദിച്ചു ഇൻസ്റ്റ ഉണ്ടോ എന്നങ്ങ് ചോദിച്ചു. പിന്നെ ഇൻസ്റ്റയിലായി. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു 3 മാസം ഉണ്ടായിരുന്നു. പിന്നെ അത് കോണ്ടാക്ട് നമ്പർ ആയി, പിന്നെ വാട്സപ്പ് ആയി, പിന്നെ അങ്ങ് വീട്ടിൽ പൊക്കി. ഞങ്ങള് ലൈവ്, ചേട്ടൻ ലൈവ് പോകും. ലൈവ് പോകുമ്പോഴത്തേനും ഞാൻ എല്ലാ ലൈവിലും ഒന്ന് കാണും. ഞാൻ ഇരുന്ന് ലൈവ് വെറുതെ ലൈവ് വെറുതെ വന്നിട്ട് അന്നത്തെ ഭയങ്കര ലൈവ് ഭയങ്കര അന്നത്തെ ഒരു എന്താ പറയുന്ന ഒരു പൂവാലൻ ചേട്ടനായിരുന്നു അന്നത്തെ. കൊറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം. മക്കു റൗഡി ബേബി എന്നൊക്കെയായിരുന്നു അക്കൗണ്ടൊക്കെ. അപ്പൊ അന്നത്തെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാരുമായിട്ട് ഇതൊരു ഡിസ്കസ് ആയിട്ട് ഇതേപോലെ ഞാനിതുപോലെ പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ആദ്യം സമ്മതിച്ചില്ല. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയും, ചേട്ടൻ ഇവിടെ കൊല്ലം പുനലൂര്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങള് ഫോൺ വഴിയുള്ള വീഡിയോ കോള്, മെസ്സേജ് അങ്ങനെയുള്ള ആ ഒരു പരിചയം ഞങ്ങളും തമ്മിലുള്ളൂ. പിന്നെ കാണുന്നത് തന്നെ കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നെയാണ് കാണുന്നത്. ഗോൾഡ് എടുത്തു, വീട്ടില് കല്യാണം വിളിച്ച് എല്ലാം കഴിഞ്ഞു. പക്ഷെ വീട്ടുകാർ വന്നു. ഇവിടെ നമ്മ വന്ന് വളയിടൽ ചടങ്ങൊക്കെ നടത്തി. അങ്ങനെ ഫാമിലി ടു ഫാമിലി കണ്ടു. ഞങ്ങൾ കാണുന്നത് കല്യാണത്തിന്റെ ഒരു 3-4 ദിവസം മുന്നേ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ അന്നാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചേച്ചി ഇങ്ങനെ ഒരാളെ കാണാതൊക്കെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. നിങ്ങൾ അതെങ്ങനെ ഒപ്പിച്ചെടുത്ത്? ഞങ്ങളിങ്ങനെ വീഡിയോ ഞങ്ങൾ വീഡിയോ മത്സരിച്ചിപ്പോ ഒരാൾ വീഡിയോ ഇട്ടാ അതിൽ കറക്റ്റ് ചേട്ടനൊരു വീഡിയോ ഇട്ടാ എന്റെ ഡ്യൂറ്റ് കാണും, ഞാനൊരു വീഡിയോ ഇട്ടാ അതിൽ ചേട്ടന്റെ ഡ്യൂറ്റ്. അപ്പൊ നിങ്ങൾ ഡ്യൂറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഡ്യൂറ്റ് ചെയ്യത്തുള്ളായിരുന്നോ? അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. ഇടയ്ക്ക് പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തു, വിജയണ്ണന്റെ ഒരു വീഡിയോ ചെയ്തു. അത് കയറി അങ്ങ് വൈറലായി. പിന്നെ ഞാനായിരുന്നു പ്രമുഖയായത് ആ സമയത്ത്. 250K ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് അന്നേരം ഭയങ്കര അന്നേരം ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. ഈഗോ ഇഷ്യൂ അങ്ങനെയല്ല, വേറെ കുറെ പേര് എന്നെ ഡുവറ്റിടിക്കുന്ന അങ്ങനെ ഇഷ്യൂ ഒക്കെ ആയി. പിന്നെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ നൈസായിട്ട് എല്ലാം തരണം ചെയ്ത് കുറച്ച് ദിവസം ടിക്ടോക്ക് ബ്രേക്ക് ചെയ്തു. അങ്ങനെയൊക്കെ തരണം ചെയ്ത് ഇപ്പൊ ഇതാ ലൈഫിലോട്ട് വന്നു. നന്ദൂട്ടാ ഒരു പാട്ട് പാടുവോ? ഓണം വന്നല്ലോ, പാട്. മിടിക്കി കുട്ടിയാ. നന്ദു ഒരു പാട്ട് പാടും മക്കള്. നന്ദൂട്ട മലരെ മൗനമാ ചെയ്തല്ലോ. നന്ദൂട്ടന്റെ മലരെ മൗനമാ
വെള്ളം കുടിക്കും, വെള്ളം കുടിച്ചിട്ടൊക്കെ പാടാൻ പറ്റുള്ളൂ. ഇയാൾ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ മാത്രമേ വെള്ളം കുടിക്കൂ, എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് ഉച്ചിരിത്താ. ഓ എന്ത് കഷ്ടമായത്. എനിക്കിതാ ഇച്ചിരി വെള്ളം, എനിക്ക് ഇച്ചിരി വെള്ളം എന്താ, എന്ത് കഷ്ടമാന്ന് പറ. എനിക്ക് ഒന്നും തരത്തില്ല ഈ നന്ദ. ഒരു ഓണം വന്നല്ലോ പാട്. ചോക്ലേറ്റ് വേണോ? അയ്യോ അതെന്താ അതെന്തുവാ? ഗർഭിണിയാണ്. അയ്യോ ഗേഫോ അതെന്തുവാടാ? എന്തുവാ? ഗ്യാസ് കൊച്ചിനെ ചുമ്മാ തെറ്റിദ്ധരിച്ച് ഗർഭിണിയാതൊക്കെ. ഗ്യാസാ? ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചടാ ഗ്യാസ് ഒക്കെ? നന്റെ തൊണ്ടയിൽ വന്നതാണോ ഈ ഗ്യാസ്? ഒന്നും കൂടെ അങ്ങനെ വെച്ച് തരുമോ? ഇവള് ആദ്യമായിട്ട് ഇങ്ങനെ ഓരോരോ വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങിയപ്പോ ഏതാണ് ആദ്യം പറഞ്ഞ കൊറേ വേർഡ്സ് ഒക്കെ? പൊടി വാടി ഓട് എന്തൊക്കെയാ പറയുന്നത്? ആദ്യം പറഞ്ഞ അമ്മേന്ന് തന്നെയാണോ? ആ അമ്മി അമ്മീന്നൊക്കെയാ വിളിക്കുന്നത്. എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് പറയുമായിരുന്നു. അവിടെ ഞാൻ കുഞ്ഞ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പം എന്റെ പെങ്ങന്മാരുടെ കൂടത്താവുമ്പോ ഇങ്ങനെ ഡി പൊടി എന്നൊക്കെ വിളിച്ച് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ അത് കേട്ടിട്ട് ആള് ഡി വാടി പൊടി അതൊക്കെയാ അവള് കൂടുതലും ഫസ്റ്റ് പഠിച്ചു. ഇപ്പൊ പിന്നെ കുറച്ച് മാറ്റം. അവർക്ക് ഇവിടെ പുനലൂർ നിൽക്കുന്നതാണോ ഇഷ്ടം അതോ അമ്മയുടെ വീട്ടിൽ അങ്ങ് പോകുന്ന ഇഷ്ടം? അവിടെ എല്ലാരും കളിക്കാൻ ഒരുപാട് പേരുണ്ട്, അനിയനും. അപ്പം അങ്ങനെ പിന്നെ പട്ടി പൂച്ച അങ്ങനെ സംഭവങ്ങളുണ്ട്. അങ്ങ് പോകാൻ ഇഷ്ടം. പക്ഷെ അവിടെ പോകുമ്പോ ഇവിടെ വരണമെന്നും പറയും. എന്താ പട്ടി പന്നല, ചുറിയും പൂച്ചയും പന്നല. മുത്തുവിന്റെ കണ്ണിങ്ങനെ തിളങ്ങി നിൽക്കുന്നില്ലേ, അതാണ്. അവിടെ വേറെ എത്ര പൂച്ചയുണ്ട് മക്കളെ? 4 പൂച്ചയുണ്ട്. 5 പൂച്ചയുണ്ട്. അല്ല കൂട്ടി വന്നപ്പോ അവിടെ എവിടെയും കുറഞ്ഞു കൂട്ടിയൊക്കെ പോകുന്നു. മോനെ ഇപ്പൊ നമ്മളെ ഡാൻസിന്റെ പുതിയ സ്റ്റെപ്പ് എന്തുവാ മോനെ? മുദ്ര എങ്ങനെയാ മോനെ ഇപ്പോഴത്തെ നമ്മുടെ ഡാൻസിന്റെ? ഇങ്ങനാ? നന്ദുകുട്ടൻ എങ്ങനെ നൈറ്റ് ബേബി ആണോ മോർണിംഗ് ബേബി ആണോ? നൈറ്റ് നേരത്തെ ഉറങ്ങിയിട്ട് 2 മണി. അതുവരെ നിങ്ങളൊക്കെ എന്താ ചെയ്യും? ഞങ്ങൾ എന്താ ചെയ്യാനാ? കൂടെ ഇരിക്കും. അച്ഛേ എനിക്കൊരു കാര്യം പറഞ്ഞുണ്ട്, കഥ പറഞ്ഞു തരുമോ? അടുത്ത് ഞങ്ങളുടെ പിന്നെ രാത്രി ആകുമ്പോ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് ഒന്ന് ഉമ്മ തരുക, അങ്ങ് തടവുക, ഭയങ്കര സ്നേഹം. രാത്രി ഇതേപോലെ ഒരു നല്ല കൊച്ചിനെ ദൈവമേ ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിക്കും. രാവിലെ എന്ന് വെച്ചാൽ കുണം മാറി കരച്ചിലും വിളിയും ഇപ്പൊ കാണുന്ന പോലെയൊക്കെ. ഫുൾ ആക്റ്റീവ് ആണ് ആളല്ലേ? സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. ആരൊക്കെ വിളിക്കാറുള്ളേ? കേടി അതില് അവര് സംസാരിക്കാറുണ്ട്. പിന്നെ വേറെ 2-3 പേരുണ്ട് ഈ കോമഡി അതൊക്കെ ചെയ്യുന്നവരൊക്കെ. ഇങ്ങനെ നമുക്കിപ്പോ ഇൻസ്റ്റയിൽ ഇങ്ങനെ വരുന്നതാ. ആളിങ്ങനെ ഇതല്ലേ, ഒരു സീരിയലിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി അവരുമായിട്ട് മിങ്കിളാക്കാൻ 2 ദിവസം പോയി. പിന്നെ അവരുമായിട്ട് ഒരു ഇതായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ആളങ്ങ് കരച്ചിലും വിളിയും ബഹളവും വയ്യാണ്ടൊക്കെ ആയി പിന്നെ തിരിച്ചു വന്നതാ. നന്ദുകുട്ടിന് ഒരുപാട് കൊലാപ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കുറെ വരുന്നുണ്ട്. ഒരു മാസം എത്ര കൊലാപ്സ് വരുമായിരിക്കും മിനിമം? ഒരു 20 എണ്ണമൊക്കെ വരും, ഒരു 20-25 എണ്ണമൊക്കെ വരും. ഈ കൊച്ചു പിള്ളേര് വളർന്നു വരുമ്പം നമുക്ക് പല കാര്യങ്ങളും സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. എനിക്ക് സമാധാനം താടി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ, എനിക്ക് വയ്യ, നീ സമാധാനം താന്നൊരു ദിവസം പറയുമോ എന്നെ? അന്നേരം ഞാൻ ഇത് എന്തുവാടാ? അന്നേരം പിന്നെ ഞാൻ അത് കേൾക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് കുറെ നേരം ട്രൈ ചെയ്തു. പക്ഷെ പറഞ്ഞില്ല. ഒറ്റ പ്രാവശ്യം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. നിനക്ക് അങ്ങ് പറയാം. ഞാൻ ഈ 3 വയസ്സുള്ള നീ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞാൻ ഇറങ്ങി പോവാ വീട്ടിൽ നിന്ന്. ഒരു ദിവസം ഇറങ്ങി പോയതാ. പകുതി വരെ മുകളിൽ വരെ കയറി. അന്നേരം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ വഴക്ക് കമ്പൊക്കെ കാണിച്ച് വരട്ടി പിന്നെ കയറി. ഇനി ഞാൻ അമ്മ ഇട്ടിട്ട് പോത്തില്ല അമ്മി എന്ന് പറഞ്ഞ് കരഞ്ഞ്. നന്ദുകുട്ടൻ നിന്റെ അടുത്ത കൊലാബ് ലാക്മി ആയിട്ടാണെന്ന് അറിഞ്ഞു, സത്യമാണോ? അല്ല, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഷൂട്ടിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുമോ? ഇപ്പൊ കൊലാബ്സ് ആണെങ്കിലും? ഇല്ല, നമ്മളിപ്പം എല്ലാം എടുക്കുന്നത് ഞങ്ങൾ തന്നെ എടുക്കുന്നത്. ഫോണിൽ ഞാൻ എടുക്കാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷ്ണു, പിന്നെ അവിടെ നന്ദു വീട്ടില്, അങ്ങനെ എപ്പോഴും എടുക്കുന്ന 2 പേരുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ അവള് നിൽക്കും. വേറെ വിഷയമൊന്നുമില്ല. ചേച്ചിക്കും ചേട്ടനും ഇപ്പം വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് റീൽസ് ഒക്കെ ചെയ്ത പേജ് ഉണ്ടോ? ഉണ്ട്, ഒരെണ്ണമുണ്ട്, ഫാം ഓഫ് നന്ദൂട്ടി എന്ന് പറഞ്ഞിട്ട്. അത് എന്റെ പേജായിരുന്നു. ഇപ്പൊ ഞാനത് മാറ്റി ഫാം ഓഫ് നന്ദൂട്ടി ആക്കി. ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാ സംഭവം ഇടാൻ വേണ്ടിയിട്ട്. അതിൽ അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ്? റീൽസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ? വെള്ളം ഒഴിക്കില്ല ചേച്ചി.
ചെയ്യാ? ഗ്ലാസ് മേടിക്കോ? മക്കളെങ്കിൽ താക്കളെ, ചേച്ചി കരയും ഇപ്പൊ. ഞാൻ ഭയങ്കരമായിട്ടും കരയും നന്ദൂട്ടാ. ഓക്കെ സേഫ്. അമ്മ കുടിച്ചോട്ടേക്കളെ. അമ്മ കൈ വെച്ചേക്കാം. ചേച്ചിക്ക് അല്ലാതെ ഒരു വഴക്ക് കൊടുത്താൽ മതി. ചേച്ചിക്ക് ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കല്ലേ, ചേച്ചി കരയും മക്കളെ. ചേച്ചിയുടെ അമ്മ അടിക്കും ഡ്രസ്സിൽ വെള്ളം ആക്കിയ. പാവം ചേച്ചി, വഴക്ക് കൊടുത്താൽ മതി. അമ്മ ഞാൻ വായി വെച്ചുതരാം. ഓക്കെ 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 ചേച്ചി കഴിഞ്ഞോ? അപ്പം ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു, അവരോടൊക്കെ എങ്ങനെ റിപ്ലൈ ചെയ്യാറ്? ഒന്നുമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇതുവഴി കേൾക്കും, ഇപ്പോഴത്തെ കളയുക. അപ്പം അതിന് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് അവരോടൊന്നും പറയാനില്ല. ഞങ്ങൾ ഒരു സൈഡിൽ കൂടി കേട്ട് മറ്റേ സൈഡിൽ കൂടി കേൾക്കുക. സ്നേഹിക്കുന്നവരോട് ഒരുപാട് നന്ദി, തിരിച്ച് സ്നേഹം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം പുതിയതായിട്ടുള്ള പേരൻസിന് ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് പറയും? എന്ത് പറയാനാ, ഇങ്ങനെ കുറേ പേര് പറയുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങളിങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് കുഞ്ഞിന് കണ്ണ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ പാടില്ല, അത് കുഞ്ഞിന് ദോഷമാണെന്നൊക്കെ പറയുന്ന കുറേ അമ്മയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തറിയാതെ പോകത്തേ ഉള്ളൂ. അപ്പം എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. പിന്നെ ഞാനിങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മാക്സിമം അവളുടെ ഹാപ്പി എന്തുവാണോ അതങ്ങ് ഞാൻ ചെയ്യും, അവളുടെ വഴിയിൽ വിടും. അപ്പം നിങ്ങളും അങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടക്കി വെക്കാതെ അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കാണിക്കുക, അത്രേ ഉള്ളൂ. നന്ദുകുട്ട ചേച്ചി പോട്ടെ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. നന്ദുകുട്ടന്റെ ഇനിയും റീൽസും കുഞ്ഞു കുഞ്ഞു കുസൃതികളും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ബൈ. India's #1 language academy, Needus Academy. Join IELTS online. അഗ്മാർക്ക് അംഗീകാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത് പവൻ നെല്ലെണ്ണ. പ്രകൃതി നൽകും നന്മ.